ഹലോ, എൻ്റെ പേര് സെബിൻ സിറിയക്. വെൽക്കം ടു മൈ ചാനൽ ഫിഷിംഗ് ഫ്രീക്സ്. അപ്പോൾ നമ്മുടെ ചാനലിൽ നമ്മളിന്ന് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയെക്കുറിച്ച് നിങ്ങൾക്ക് ഒരു ധാരണ ഉണ്ടായിരിക്കും. തമ്മിൽ കണ്ടപ്പോഴേക്കും നിങ്ങൾക്ക് മനസ്സിലായി കാണും. നമ്മളിന്ന് സാൽമൺ, അതായത് വളരെ വ്യത്യസ്തവും അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻസും ഉള്ളൊരു മീനാണ് സാൽമൺ. ഇത് നമ്മൾ വിചാരിക്കുന്ന പോലെ അത്ര സിമ്പിളായിട്ടുള്ളൊരു മീനല്ല. അപ്പോൾ അതിനെക്കുറിച്ച് ഡോക്യുമെൻ്ററി പോലത്തെ വീഡിയോ ആണ് നമ്മളിന്ന് അപ്ലോഡ് ചെയ്യുന്നത്. ഈ വീഡിയോ എനിക്ക് എടുത്ത് അയച്ചു തന്നിരിക്കുന്ന എൻ്റെ സ്വന്തം ബ്രദറാണ്. സിജോ എന്നാണ് ആളുടെ പേര്. ആൾ US വർക്ക് ചെയ്യുവാണ്. അപ്പോൾ അവർ ഈ സാൽമൺ റൺ എന്ന് പറയുന്ന സാധനം കാണാനായിട്ട് കാനഡയ്ക്ക് പോയപ്പോഴേക്കും അവിടെ ഫിഷിംഗ് ചെയ്യാനുള്ള സൗകര്യം ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഫിഷിംഗ് ചെയ്താണ് ചേട്ടൻ എനിക്ക് ഈ വീഡിയോ അയച്ചു തന്നിരിക്കുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതുപോലെ തന്നെ നമ്മുടെ ഈ വീഡിയോയുടെ അവസാനം നമ്മൾ നമ്മുടെ ഏറ്റവും വലിയൊരു ഗീവ്, ഒരു മാസീവ് ഗീവ് വരുന്നുണ്ട്. 5000 രൂപയുടെ ഫിഷിംഗ് പ്രോഡക്റ്റ്സ് ആണ് നമ്മൾ ഗീവ് ആയിട്ട് തരാൻ വേണ്ടി പോകുന്നത്. അത് നമുക്ക് ഓഫർ ചെയ്തിരിക്കുന്നത് ക്യാബ്രൽ ഔട്ട്ഡോർസ് എന്ന് പറഞ്ഞൊരു ഓൺലൈൻ ടാക്കിൾ ഷോറാണ്. അപ്പോൾ അവർ നമുക്ക് 5000 രൂപയുടെ ഫിഷിംഗ് ടാക്കിൾസ് അയച്ചു തരും. അത് നമ്മൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനായിട്ട് കൊടുക്കും കേട്ടോ. അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസും ഈ വീഡിയോയുടെ അവസാനം നമ്മൾ പറയുന്നതാണ്. കാനഡയിലെ പോർട്ട് ഹോപ്സ് എന്ന് പറയുന്ന ഈ സ്ഥലത്തൂടെ ഒഴുകുന്ന ഗനറാസ്ക റിവർ ഒണ്ടാരിയോയിലെ തന്നെ ഏറ്റവും ഭംഗിയുള്ള റിവറുകളിലൊന്നാണ്. ഓരോ വർഷവും ലക്ഷക്കണക്കിന് ആളുകളാണ് ഇവിടെ ഈ സാൽമൺ റൺ കാണാനായിട്ടും അതുപോലെ തന്നെ ഈ മീനുകളെ പിടിക്കാനായിട്ടും എത്തിച്ചേരുന്നത്. കടലിൽ നിന്ന് ആയിരക്കണക്കിന് കിലോമീറ്റർ സഞ്ചരിച്ച് ഈ പുഴയിലെത്തുന്ന ഓരോ പെൺമത്സ്യങ്ങളും ഏകദേശം 4000 മുട്ടകളാണ് ഈ പുഴയുടെ അടിത്തട്ടിൽ നിക്ഷേപിക്കുന്നത്. എന്നാൽ ഈ മുട്ട വിരിഞ്ഞുണ്ടാകുന്ന കുഞ്ഞുങ്ങളിൽ വെറും 2 കുഞ്ഞുങ്ങൾ മാത്രമാണ് തിരിച്ച് സമുദ്രത്തിലേക്ക് പോകുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ മീനുകളെ അപേക്ഷിച്ച് ഈ യാത്ര എന്ന് പറയുന്നത് ജീവൻ്റെയും മരണത്തിൻ്റെയും ഇടയ്ക്കുള്ള ഒരു വലിയ പോരാട്ടമാണ്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എത്തി മുട്ടയിടുന്ന മീനുകൾ ഒന്നും തിരിച്ച് സമുദ്രത്തിലേക്ക് പോകാറില്ല. അതായത് ഇതൊരു തുടക്കവും അതുപോലെ തന്നെ അവസാനവുമാണ്. ഇതൊരു തുടക്കവും അതുപോലെ തന്നെ അവസാനവും ആണെന്ന് പറയാൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മീനുകൾ മുട്ടയിട്ടതിന് ശേഷം തിരിച്ച് സമുദ്രത്തിലേക്ക് പോകാറില്ല. ഇവയിൽ നല്ലൊരു ശതമാനം മീനുകളും അവിടെ വെച്ച് തന്നെ ചത്തുപോവുകയാണ് പതിവ്. കാരണം അവരുടെ ലൈഫ് സൈക്കിള് അവിടെ വെച്ച് തീരുകയാണ്. ഈ മീനുകളെ സംബന്ധിച്ച് മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റ് മീനുകളെ പോലെയല്ല, ഇവയ്ക്ക് ഫ്രഷ് വാട്ടറിലും അതുപോലെ തന്നെ സോൾട്ട് വാട്ടറിലും ഒരുപോലെ സർവൈവ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ അറ്റ്ലാന്റിക് സാൽമൺ അറിയപ്പെടുന്നത് കിങ് ഓഫ് ഫിഷസ് എന്നാണ്. മുട്ടയിട്ട് കുഞ്ഞുങ്ങളുണ്ടായതിനു ശേഷം മാതാപിതാക്കൾ പേരൻസ് അവിടെ വെച്ച് തന്നെ മരിക്കുകയാണ്. അതുകൊണ്ട് കുട്ടികളും മറ്റ് ജീവികളെപ്പോലെ കുട്ടികളും അതുപോലെ തന്നെ മാതാപിതാക്കളും കണ്ടുമുട്ടാനുള്ളൊരു ചാൻസ് ഇവരുടെ ജീവിതത്തിൽ വളരെ റെയറാണ്. അതിനുശേഷം ഈ കുട്ടികൾ ഈ ഫ്രഷ് വാട്ടറിൽ 2 വർഷം വളർന്ന് വലുതായതിന് ശേഷമാണ് ഇവർ മൈഗ്രേറ്റ് ചെയ്ത് സോൾട്ട് വാട്ടറിലേക്ക് പോകുന്നത്. സോൾട്ട് വാട്ടറിൽ പോയി അവിടെ 2 വർഷം പ്രായപൂർത്തിയായതിനു ശേഷം ഇവർ മുട്ടയിടാൻ പാകമാകുമ്പോഴേക്കും ഇവർ തിരിച്ച് ഇവരെവിടെയാണോ ജനിച്ചത് ആ സെയിം സ്പോട്ടിൽ വന്ന്, അതായത് അവരുണ്ടായ ആ കറക്റ്റ് സ്പോട്ടിന് 1-2 മീറ്ററിനുള്ളിൽ ഇവർ വരും എന്നുള്ളത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. അവിടെ വന്നതിന് ശേഷമാണ് ഇവർ വീണ്ടും അടുത്ത ജനറേഷന് ജന്മം കൊടുക്കുന്നത്. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യമല്ലേ? ശരിക്കും ഞാനും ഇതിനെക്കുറിച്ച് വായിച്ചപ്പോഴാണ് എനിക്കും ഇത്രയും മനസ്സിലായത്. ഇനിയും ഒത്തിരി മനസ്സിലാക്കാനുണ്ട്. എനിക്കറിയാവുന്ന കുഞ്ഞു കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. ഇനി ഇവർ ഇതിനെ ചൂണ്ടയിട്ട് പിടിക്കും. അതായത് കനേഡിയൻ ഗവൺമെൻറ് ആ സമയത്ത് ചൂണ്ടയിടാനുള്ള ആൾക്കാർക്ക് പെർമിഷൻ കൊടുക്കും. അപ്പോൾ നമുക്ക് ചൂണ്ടയിട്ട് പിടിക്കാം. പക്ഷേ അതിനൊരു ലിമിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ നമുക്ക് ലൈസൻസ് ആവശ്യമുണ്ട്. ആ ചൂണ്ടയിടാനായിട്ട് ഇവർ ഉപയോഗിക്കുന്ന ബെയ്റ്റ് ഭയങ്കര റെയർ ബെയ്റ്റ് ആണ് കേട്ടോ. അതായത് ഈ മീനുകളുടെ മുട്ട തന്നെ നമുക്ക് മാർക്കറ്റിൽ നിന്ന് മേടിക്കാൻ കിട്ടും. ആ മുട്ട എടുത്താണ് നമ്മൾ ചൂണ്ടയിൽ ബെയ്റ്റ് ആയിട്ട് ഇടുന്നത്. അപ്പോൾ അതിനെയാണ് വേറെ മത്സ്യങ്ങൾ കഴിക്കുന്നത്, നമുക്ക് ചൂണ്ടയിൽ കിട്ടുന്നത്. ചില സമയത്ത് ചൂണ്ടയിട്ട് കിട്ടുന്ന മീനുകളുടെ വയറ്റിൽ മുട്ട കാണും. അപ്പോൾ അവർ നമ്മൾ കറി വെക്കുന്നതിന് മുമ്പ് ഈ മുട്ട എടുത്ത് ഫ്രീസ് ചെയ്ത് വെച്ചിട്ട് നമ്മൾ അടുത്ത പ്രാവശ്യം പോകുമ്പോഴേക്കും ബെയ്റ്റ് ആയിട്ട് ഉപയോഗിക്കും. ഇനി ചേട്ടൻ്റെ നല്ല അടിപൊളി സാൽമൺ ഫിഷിങ് കാണാം കേട്ടോ. അപ്പോൾ എന്താണ് നമുക്ക് ഒരുമിച്ച് വീഡിയോ കാണാം കേട്ടോ. ആ നിൽക്കുന്നതാണ് എൻ്റെ ചേട്ടൻ. നമ്മുടെ കുട്ടിപ്പട്ടാളമുണ്ട്, അന്നക്കൊച്ചുണ്ട്, ഇഷയുണ്ട്. അന്നക്കൊച്ച് എൻ്റെ ചേട്ടൻ്റെ മോളാണ്, ഇഷ എൻ്റെ ചേട്ടൻ്റെ ഫ്രണ്ടിൻ്റെ മോളാണ് കേട്ടോ. നമുക്ക് വീഡിയോ എടുത്ത് നിന്നിരിക്കുന്ന നമ്മുടെ ചേച്ചിയും മീര ചേച്ചിയാണ്. മീര ചേച്ചിയാണ്. അപ്പോൾ വീഡിയോ കട്ടസി അവർ കണ്ടുവർക്കണം. എൻ്റെ പൊന്നോ എന്ത് മീനാന്ന് നോക്കി. നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചു, അവിടെ ഒരു ഇച്ചിരി വെള്ളമേ ഉള്ളൂ, ഒരു മുട്ടപ്പം വെള്ളമേ ഉള്ളൂ. അതിനകത്തോടെയാണ് ഈ മീൻ ഇങ്ങനെ കയറി മുട്ടയിടാനായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. കുറേ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് ചുമ്മാ ഇതിനെ പിടിക്കാൻ പറ്റത്തില്ല. കുറേ റൂൾസൊക്കെ ഉണ്ട്. അത് നമ്മൾ ഇടയ്ക്ക് പറഞ്ഞു തരാം. അടിപൊളി. അപ്പം ചേട്ടനൊക്കെ ഇടുന്ന തീറ്റ എന്നാന്ന് അറിയാമല്ലോ. നമ്മൾ സാൽമൻ്റെ തന്നെ മുട്ടയാണ് അവർ തീറ്റയായിട്ട് ഇടുന്നത്. സാൽമൻ്റെയൊക്കെ മുട്ട
അന്നക്കൊച്ചേ മിസ് യു. അടിപൊളി. മീനടിച്ചിട്ടുണ്ട്. ആ റോഡ് കുത്തുന്ന കാണുമ്പം തന്നെ അറിയാം ഹെവി സാധനമാണ്. അടിപൊളി. എന്നാ ഫൈറ്റാണ് നോക്കി. അന്നക്കൊച്ചൊക്കെ ഭയങ്കര എക്സൈറ്റഡ് ആണ് കേട്ടോ. പൊളി ഫൈറ്റ്. ആ ഡ്രാഗ് ഓവർലൂസ് ഇടാൻ പറ്റത്തില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ അപ്പുറത്തെ ഇപ്പുറത്തൊക്കെ ആൾക്കാർക്ക് മീൻ അടിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ ചിലപ്പോൾ കയറി ഉടക്കും. അതുകൊണ്ട് ഇവർക്ക് ഡ്രാഗ് ഇട്ട് പിടിക്കാനുള്ള സെറ്റപ്പും ഇല്ല. ഫുൾ ഡ്രാഗല്ലേ മീൻ കയറത്തുള്ളൂ. എൻ്റെ പൊന്നോ, ഞാൻ അറ്റ്ലാന്റിക് സാൽമണാണ് കേട്ടോ. അന്നക്കൊച്ച് ഭയങ്കര എക്സൈറ്റാണ്. നോക്കി അവൾക്കൊരു പേടി പോലും ഇല്ല. അടിപൊളി. വലിയ ഓട്ടം ഓടുന്നില്ല. വലിയ സൈസൊന്നും ഇല്ലെന്ന് തോന്നുന്നു. ഒരു 10 കിലോ 6-8 കിലോ ഉണ്ടെന്ന് തോന്നുന്നു. ഇതിൻ്റെ വായി നിറച്ച് പല്ലാണ് കേട്ടോ. ഭയങ്കര ഷാർപ്പായിട്ടുള്ള പല്ല. അടിപൊളി. ആ ഫൈനലി ചേട്ടൻ്റെ ആദ്യത്തെ സാൽമണാണ് കേട്ടോ. അതായത് ഈ വർഷത്തെ ആദ്യത്തെ സാൽമൺ. കഴിഞ്ഞ വർഷമൊക്കെ അവർ കുറേ പിടിച്ചായിരുന്നു. ഈ വർഷത്തെ ആദ്യത്തെ മീനാണ് കയറിക്കൊണ്ടിരിക്കുന്നത്. ആഹാ, ആ ഒരു സന്തോഷം ഉണ്ടല്ലോ, അതിന് കൊടുക്കുന്നത് ലൈക്ക്. അവസാനം ചേട്ടനെ പറഞ്ഞ ഡയലോഗ് കേട്ടായിരുന്നു, വായിലാണ്. അതായത് നമ്മൾ മീൻ ഉദ്ദേശിച്ചത് ഹുക്ക് വായിലാണ്. കാരണം ഇങ്ങനെ മീൻ പിടിക്കാൻ പോകുന്ന സ്ഥലത്ത് ഒരിക്കലും നമുക്ക് ഫോൾസ് ഹുക്ക് വയറിലോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും ഉടക്കിയ മീൻ നമുക്ക് എടുക്കാനായിട്ട് പാടില്ല. അത് എഗെയിൻസ്റ്റ് ദ റൂളാണ്. അങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ നല്ല ഫൈൻ അടയ്ക്കേണ്ടി വരും. അതുകൊണ്ട് ആരും അങ്ങനെ എടുക്കാറില്ല. അങ്ങനെ ഒരു റൂൾ ഉള്ളതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളല്ലെങ്കിൽ ഒരു ട്രിപ്പിൾ ഹുക്ക് ഇട്ട് ചുമ്മാ അതിനകത്തോട് വലിച്ചു കഴിഞ്ഞാൽ ചുമ്മാ ഇഷ്ടം പോലെ പിടിച്ചുകൊണ്ട് വരാം. അപ്പോൾ അതുകൊണ്ട് വായിൽ ഉടക്കിയ മീനുകളെ മാത്രമേ ഉള്ളൂ നമുക്ക് എടുക്കാൻ പറ്റത്തുള്ളൂ. അതാണ് റൂൾ നമ്പർ 1 കേട്ടോ. അപ്പോൾ ഇനി നമ്മുടെ പിള്ളേരുടെ കുട്ടിപ്പട്ടാളത്തിൻ്റെ ഫിഷിംഗ് ആണ് കേട്ടോ. ഇഷയുടെയും അന്നക്കൊച്ചിൻ്റെയും ഫിഷിംഗ് ആണ്. ആദ്യത്തെ ചാൻസ് ഇത് ഇഷയാണ് മൂത്തത്. അപ്പോൾ ഇഷയ്ക്കാണ് ആദ്യത്തെ ചാൻസ്. അടിപൊളി. പിള്ളേരൊക്കെ ഇനി ശരിക്കും ഇങ്ങനത്തെ ആക്ടിവിറ്റീസ് പിള്ളേരെ കൊണ്ട് നമ്മൾ ചെയ്യിപ്പിക്കണം. കാരണം ഇന്നത്തെ കാലത്ത് പിള്ളേർ ഏറ്റവും കൂടുതലായിട്ടും ചെയ്യുന്നത് ഇൻഡോർ ആക്ടിവിറ്റീസാണ്. അതിനകത്ത് മൊബൈൽ ഫോൺ, കമ്പ്യൂട്ടർ, ടെലിവിഷൻ. അപ്പം ഇതിനേക്കാളും ഒക്കെ പിള്ളേരെ എന്തെങ്കിലും ഔട്ട്ഡോർ ആക്ടിവിറ്റീസിൽ ഏർപ്പെടുത്തേണ്ടത് മാതാപിതാക്കളുടെ വലിയ ഉത്തരവാദിത്വം തന്നെയാണ് കേട്ടോ. ഇഷ പിടിച്ചിട്ട് ഞാൻ പൊങ്ങുന്നില്ല. അന്നക്കൊച്ച് ഒരു മിനിറ്റ് ഒന്ന് പോസ് ചെയ്തേ. ഞാൻ ഒരു കാര്യം കാണിച്ചു തരാം. നിങ്ങൾ അവളെ ഹുക്ക് ചെയ്ത രീതി കണ്ടോ? ഞാൻ ഒന്ന് ഇൻട്രപ്റ്റ് ചെയ്യണം. അവളെ ഹുക്ക് ചെയ്ത രീതി കണ്ടോ? ഈ വീഡിയോ കണ്ടിട്ട് എന്തെങ്കിലും സിമിലാരിറ്റി നിങ്ങൾക്ക് എവിടെയും തോന്നിയോ? നമ്മുടെ ഏതെങ്കിലും ഒരു വീഡിയോ ആയിട്ട് ഇപ്പോൾ കാണിച്ചു തരാം. എന്താ തോന്നുന്നേ? പിള്ളേർ ഇങ്ങനെ കാണുന്ന കാര്യങ്ങളൊക്കെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ പറയാതെ തന്നെ അവർ പഠിക്കും കേട്ടോ. കാരണം ഇവിടെ ഇതാരും പറഞ്ഞു കൊടുത്താന്ന് എനിക്ക് തോന്നുന്നില്ല. അവളത് അല്ലെങ്കിൽ ചേട്ടൻ പറഞ്ഞു കൊടുത്തായിരിക്കും. പക്ഷെ എന്നാലും ആ സമയത്ത് അവളത് കറക്റ്റായിട്ട് ചേട്ടൻ ചൂണ്ട കയ്യിലേക്ക് കൊടുക്കുമ്പോൾ അവൾ കറക്റ്റായിട്ട് ഹുക്ക് ചെയ്തിട്ട് പുള്ളി ചെയ്യുന്ന രീതി അടിപൊളി. അന്നക്കൊച്ചിൻ്റെ ഫാൻസ് ഉണ്ടെങ്കിൽ ഇപ്പം തന്നെ ലൈക്ക് അടിച്ചോട്ടോ. ബാക്കി വീഡിയോ നമുക്ക് കാണാം. അതിനെക്കുറിച്ച് മാറടാ.
അതിന്റെ പല്ലുണ്ടോ? അവർക്ക് ഭീകരനാണല്ലോ. അതിനെ മുമ്പ് എങ്ങനെ വെച്ച് രണ്ട് ചൂട് വെക്കാൻ പോയെന്ന് ഞാൻ പിടിക്കണം. അതിന് പിടിക്കാൻ പാടില്ല. അതൊക്കെ ഒരു റൂളാണ്. നോക്കട്ടെ അതിനൊന്നേടെ വലിച്ച കേറത്തില്ല. അവന്റെ വലയുണ്ട്, വേണമെങ്കിൽ ചോദിച്ചോ. ഇനി വലിച്ച കേറത്തില്ല, പൊട്ടിപ്പോടി. ഇല്ല വിട്ടെ വിട്ടെ, അവിടെ പിടിക്കരുത്. ഞാൻ പറയാം വിട്ടെ വിട്ടെ. അന്നൊക്കെ വിട്ടെ. അത് പിടിച്ചോ. മൂരെ പിടിക്കല്ലേ, മൂരെ പിടിക്കല്ലേ, മൂരെ പിടിക്കരുത്. That salmon has a lot of power, but I don't know if it get it out. He got it. It's it's the biggest fish ever. ഭാഗ്യം അവന്റെ പല്ല്, അത് പല്ല് കൊണ്ട് ഇത് പൊട്ടാത്തത് എന്റെ ഭാഗ്യം. It's the biggest fish ever. എടി എടി. Anna, you want to stand near the fish? Yes. It's the biggest. It's the biggest fish. It's the biggest. ഫൈനലി ഇച്ചനെ കളിയാക്കിയിട്ട് ലാസ്റ്റ് അടി മാറി ദേഹത്താ തെറിക്കുന്നു. അവിടെ വെച്ചോ. ആ It's the biggest fish ever. അങ്ങനൊന്നുമില്ല. നാളെ മതി അല്ലെങ്കിൽ നീ ഇത് എങ്ങനെ കൊണ്ട് ക്ലീൻ ചെയ്യുന്നുള്ളതാണ് എനിക്ക്. ഇവിടെ കൊണ്ടിട്ട് ക്ലീൻ ചെയ്യാം. അവിടെ നോക്കണം. മാറി 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 മാറി. Now we have to. നമ്മുടെ ചേട്ടൻ്റെ സാൽമൺ ഫിഷിംഗ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. പിന്നെ കൊച്ചിൻ്റെ ഫിഷിങ്ങിന് എന്താണെങ്കിലും ഒരു സ്പെഷ്യൽ ലൈക്ക് കൊടുക്കേണ്ടതാണ്. കാരണം അവൾ അടിപൊളിയായിട്ടത് ചെയ്തു. അവൾക്ക് ഫിഷിങ്ങിനോട് പ്രത്യേക താല്പര്യമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അവൾ ആ റീൽ ചെയ്യുന്ന രീതി കറക്റ്റാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ദയവായിട്ട് വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. നമ്മളത് ഇമ്പ്രൂവ് ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാൻ തോന്നുന്നുണ്ടെങ്കിൽ ദയവായിട്ട് ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഗുഡ് ന്യൂസ് ഉണ്ട്. നമ്മുടെ ചാനൽ 100K സബ്സ്ക്രൈബേഴ്സ് ആകാൻ വേണ്ടി പോവാണ്. അപ്പോൾ നമ്മുടെ ഫോളോവേഴ്സിന് വേണ്ടിയിട്ട് നമ്മളൊരു വൺ ട്രീറ്റ് പ്ലാൻ ചെയ്യുന്നുണ്ട്. അതായത് 100K കഴിഞ്ഞിട്ട് ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ചാനൽ 100K ക്രോസ് ചെയ്യുമെന്ന് എനിക്ക് അറിയത്തില്ല. ക്രോസ് ചെയ്ത് കഴിഞ്ഞിട്ട് വരുന്ന വീഡിയോസിന് നമ്മൾ ഗീവ് അവേ നടത്തുന്നതാണ്. ഇച്ചിരി വലിയ ഗീവ് അവേ ആണ്. ഏകദേശം 5000 രൂപയുടെ ഫിഷിംഗ് ടാക്കിൾസ് നമ്മുടെ ചാനലിൽ കൂടെ നമ്മുടെ ഫോളോവേഴ്സിന് കൊടുക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം നിങ്ങൾക്കും ആ ടാക്കിൾ വിൻ ചെയ്യാനുള്ള ഒരു ചാൻസ് ഉണ്ടായിരിക്കും. നമുക്കിതെല്ലാം സ്പോൺസർ ചെയ്തിരിക്കുന്നത് ഒരു ഓൺലൈൻ സ്റ്റോറാണ്. ക്യാബ്രൽ ഔട്ട്ഡോർസ് എന്ന് പറയുന്ന ഒരു ഓൺലൈൻ സ്റ്റോറാണ്. അപ്പോൾ നിങ്ങൾക്ക് ആ സ്റ്റോറിൻ്റെ ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് പോയി ചെക്ക് ചെയ്യാം. അതിനകത്ത് നിങ്ങൾ കാണുന്ന പല ടാക്കിൾസും നമ്മൾ നിങ്ങൾക്കായിട്ട് തരുന്നതാണ്. അപ്പോൾ നല്ലൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആയിട്ട് എത്രയും പെട്ടെന്ന് കാണാം. ഇറ്റ്സ് മീ സെബിൻ സെറിയേ.